സഭാസ്ഥാനങ്ങളുടെ രക്ഷാധികാരി എന്ന പദവി ഉപയോഗിച്ച് പലരെയും തൻ്റെ വരുതിയിലാക്കാൻ അച്ഛന് കഴിഞ്ഞു. അങ്ങനെയായിരുന്നു നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അനീജിൻ്റെ ജനനം. അതുപോലെ അന്ന് ജോമോൻ സ്കൂളിൽ വന്ന ദിവസം, ജോമോൻ പോയ ശേഷം സ്കൂളിൽ അരങ്ങേറിയ നാടകം സിസ്റ്റർക്കറിയാവുന്നതല്ലേ? ഇവിടുന്ന് പോയ പയ്യനേതാ? ജോമോൻ. ഇവിടെ ഒരു അധ്യാപകന്റെ ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത കൂട്ടത്തിലല്ലേ? 10-40 ലക്ഷം രൂപ തരാൻ വരെ ഇവിടെ ആളുണ്ട്. അതിന്റെ ഇടയിൽ അവന്റെ ഒരു സെന്റിമെന്റ്സ്. കർത്താവിനറിയാം ആർക്കൊക്കെ ധനം കൊടുക്കണമെന്നും ആരെ ദരിദ്രനാക്കണമെന്നും. ഒന്നും കാണാതെ ആർക്കും അങ്ങേര് ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ കാശ് കിട്ടാതെ ആർക്കും ജോലി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അച്ചോ, B.Ed കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ജോലി ആഗ്രഹിച്ചത് തെറ്റാണോ? ഒഴിവുള്ള സീറ്റിലേക്ക് ലക്ഷങ്ങൾ വാങ്ങി ജോലി കൊടുക്കുന്നതല്ലേ തെറ്റ്? നീ എന്നെ തെറ്റ് ശരിയൊന്നും പഠിപ്പിക്കണ്ട. നീ എന്താ ഇവിടെ? ഞാനൊരു ടീച്ചറെ കാണാൻ വന്നതാ. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. എനിക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് ചീത്തപ്പേരുണ്ട്. ചീത്തപ്പേരല്ല, അഹങ്കാരം. സഭയ്ക്കെതിരെയും സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെയും നീ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. സഭയുടെ കീഴിലുള്ള കോളേജും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ നിങ്ങൾക്ക് വിലപേശി കച്ചവടം നടത്താനുള്ള ഒരു ചന്തയല്ല. സഭാവസ്ത്രമിട്ട് നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നറിയോ? സഭയ്ക്കെതിരെയോ? ഒരിക്കലുമല്ല. ഈ സഭ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ബാഹ്യമായ ഒരു ചട്ടക്കൂട് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതിപരിശുദ്ധമായ ഒരു ആലയമാണ്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു വന്ന ഈശോ ആദ്യം ചെയ്തത് തന്റെ ആലയത്തിലെ കച്ചവടക്കാരെയും പ്രാവു വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും എല്ലാം ചമ്മട്ടിക്കടിച്ച് പുറത്താക്കുകയായിരുന്നു. വിശക്കുന്നവൻ അപ്പവും ദാഹിക്കുന്നവന് വീഞ്ഞും ഒരുക്കുന്നവനായിരുന്നു കർത്താവ്. പക്ഷേ അവന്റെ നാമത്തിൽ പടുത്തുയർത്തിയ പള്ളിമേടകളിൽ നിന്നും സ്നേഹം കരുണയൊക്കെ എന്നെ തൂത്തറിയപ്പെട്ടിരിക്കുന്നു. അവന്റെ ജനത്തെ നിങ്ങൾ അങ്ങനെയാക്കി തീർത്തതല്ലേ? നിശബ്ദമായി നിന്ന് എല്ലാം സഹിക്കുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ വാർത്തെടുത്തത്. സാധാരണക്കാരന്റെ മനസ്സിൽ സ്നേഹവും കരുണയൊക്കെ എന്നെ വറ്റി വരണ്ടു. വീടില്ലാത്തൊരു സാധു കുടുംബത്തിന് കൂര പണിയാൻ പിരിവിട്ടാൽ ആരും ഉത്സാഹം കാണിക്കില്ല. 5-10 കോടികൾ മുടക്കി പണിയുന്ന ഓരോ പള്ളികൾക്കും ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട്. വെറും നേർച്ചപ്പെട്ടിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. നിർത്തടി നിന്റെ അധിക പ്രസംഗം. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും തീരുമാനിക്കാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. സഭയ്ക്ക് ദുഷ്പേരുണ്ടാക്കാൻ കൊടിയും പിടിച്ച് ചിലരും ഇറങ്ങും. ഒരു കാര്യമില്ല. വിശ്വാസത്തിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയ കോട്ടയാ. അത് അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല. വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു സമൂഹത്തെ ഭയപ്പെടുത്തി ഭരിക്കുകയാണ്. ഒരാള് നേരെ നിന്ന് എതിർത്താൽ തീരും നിങ്ങളുടെ അഹങ്കാരം. അപ്പൊ പറഞ്ഞു വരുന്ന സഭ ഏതാണ്ട് വലിയ കൊള്ള സങ്കേതാണെന്നാണോ? സഭ ഇന്ന് ഈ കാണുന്ന വലിപ്പത്തിലെത്തിയത് ഒരുപാട് പേരുടെ ത്യാഗവും പുണ്യവും കൊണ്ടാ. അതിന് കളങ്കം വരുത്താൻ വേണ്ടി നിങ്ങളെപ്പോലെ അപൂർവം ചിലരും. നിങ്ങളൊന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. വിഷനൊട്ടിയ വയറുമായി പള്ളിമേടയ്ക്ക് മുന്നിലെ പൊരി വെയിലത്ത് യാചിക്കുന്നവനെ കാണാതെ അവന് നൽകാതെ നേർച്ചപ്പെട്ടിയിൽ ഇട്ടതുകൊണ്ട് മാത്രം ഒരു ദൈവവും പ്രസാദിക്കില്ല. പ്രകോപിതനായ അച്ഛൻ സിസ്റ്ററെ അപമാനപ്പെടുത്തി അദ്ദേഹത്തിന്റെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ അനീജിനെ നിങ്ങളിലേക്ക് എത്തിക്കായിരുന്നു. ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട്. അതിലവർ വിജയിക്കുകയും ചെയ്തു.